ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ സെക്കൻഡ് സെം ബികോമുകാരുടെ മുക്തി എന്ന കവിതയിലെ സാരാംശം നോക്കാം. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് അരുൺ കമൽ ജിയാണ്. അദ്ദേഹത്തിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻസാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. मुक्ति कविता में अरुण कमल जी ने एक ऐसे अध्यापक के जीवन को दर्शाया है जो अपने अवकाश पर भी मुक्ति नहीं पाता. ഈ ഒരു വാക്യത്തിൻ്റെ അർത്ഥം അരുൺ കമൽ ജി ഈ ഒരു കവിതയിലൂടെ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഒരു അധ്യാപകൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ആവുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ അധ്യാപനം എന്ന ജീവിതത്തിൽ നിന്ന് മുക്തി കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. मध्यवर्गीय लोगों के जीवन की विडंबना का चित्रण स्कूल अध्यापक के माध्यम से उन्होंने इस कविता में किया है. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ പ്രോബ്ലംസാണ് ഈ ഒരു കവിതയിലൂടെ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത്. ഈ കവിത ഉन्होंने अपने व्यक्तिगत अनुभव के आधार पर लिखी है. ഈ കവിതയിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. कविता की शुरुआत में कवि ने आज अपने बच्चे को पढ़ाते वक्त मारा और उन्हीं की आंखें भर आई. കവിത സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, കവി അദ്ദേഹത്തിൻ്റെ മകനെ തല്ലുകയാണ്, എന്നിട്ട് അദ്ദേഹത്തിന് തന്നെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് എന്നാണ് ആ വാക്യങ്ങളിൽ അർത്ഥം വരുന്നത്. ഉൻകെ ജീവൻ की ज़रूरतों के कारण वह अपने बेटे पर ध्यान नहीं दे पाए और अपने बेटे को ही कुछ सिखा नहीं पाते. അതായത് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടീച്ചിങ് കരിയറിൽ അദ്ദേഹത്തിന് മകനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് മകനെ ഒന്നും പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. ഉൻകെ ജീവൻ की यही विडंबना है कि अपने अध्यापन के ज़िंदगी को तो वह सफलतापूर्वक निभाते हैं लेकिन अपनी निजी जीवन में लापरवाही के कारण अपना ही बेटा अनपढ़ रह जाता है. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതൊരു വിരോധാഭാസമായിട്ടാണ് പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ടീച്ചറാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് കരിയർ വളരെ സഫലതാപൂർവ്വം, അതായത് വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ അപ്പോഴും ഇല്ലിറ്ററേറ്റ് ആയിട്ട് ഒന്നും വായിക്കാനും എഴുതാനും പറ്റാത്ത രീതിയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. और उसकी तरफ अध्यापक का ध्यान तभी जाता है जब वह रिटायर हो जाते हैं. മകനെ കുറിച്ചിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് അറിയുന്നത് അദ്ദേഹം റിട്ടയർ ആവുന്ന സമയത്ത്, അവകാശ് അദ്ദേഹത്തിന് കിട്ടുന്ന സമയത്താണ് എന്നാണ് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിതാ കെ രൂപ് മേ വഹ അപ്നെ ആപ് കോ അസഫൽ പാത്തെ ഹെ. അധ്യാപനത്തിൽ അദ്ദേഹം വിജയിക്കുകയും പിതാവെന്ന രൂപത്തിൽ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു ഘട്ടം ഈ ഒരു അധ്യാപന ജീവിതം കഴിയുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. और उनकी यह पीड़ा इस कविता में पूर्ण रूप से उभर कर आती है. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദുഃഖമാണ് ഈ കവിതയിൽ പൂർണ്ണ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. അധ്യാപൻ കെ സഫർ മേ യഹ് ബാത് എക് സമസ്യ ബൻകർ രഹ ജാത്തി ഹെ. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് കരിയറിൽ ഈ ഒരു കാര്യം ഒരു പ്രോബ്ലമായിട്ടുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. വഹ് ബേട്ട ജോ ബഡാ ഹോക്കർ ഉൻകാ സഹാര ബനേഗ ഉസി കി തരഫ് വഹ് ലാപർവാ ഹോ ജാത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിന് വയസ്സാവുന്ന കാലത്ത് അദ്ദേഹത്തിനെ കെയർ എടുക്കാൻ പോകുന്നത്, അദ്ദേഹത്തിനെ നോക്കാൻ പോകുന്നത്. പക്ഷേ ആ മകനോടുള്ള അദ്ദേഹത്തിൻ്റെ കെയർലെസ്നെസ് ആണ് അദ്ദേഹത്തിനെ ഒരുപാട് വേദനിപ്പിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ആ അധ്യാപകന് റിട്ടയർ ആവുന്ന സമയത്ത് പോലും മുക്തി കിട്ടുന്നില്ല എന്നാണ് ആ വാക്യങ്ങളുടെ അർത്ഥം വരുന്നത്. अब जब उन्हें यह पता चलता है कि उन्हें अपने बेटे को पढ़ाना है तो इस बात से वह बहुत परेशान और चिंतित हो जाते हैं. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇനി അദ്ദേഹത്തിൻ്റെ മകനെ പഠിപ്പിക്കണം എന്ന കാര്യം മനസ്സിലാകുന്ന സമയത്ത് അദ്ദേഹം വളരെ ചിന്തിത ആയിട്ട്, അതായത് വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അദ്ദേഹം ആലോചനയിലാണ് എന്നാണ് ആ വാക്യങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഉൻഹെ ऐसा लगता है कि उन्हें अपनी ज़िंदगी फिर से शुरू करनी पड़ेगी. അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലിടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.